ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രസവരക്ഷയ്ക്ക് വേണ്ടി കഴിക്കുന്ന ആട്ടിൻ മരുന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. മരുന്നിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോയോളാണ് ആട്ടിറച്ചി എടുത്ത് വെച്ചേക്കുന്നത്. ആടിൻ്റെ തണ്ടലിൻ്റെ ഭാഗത്തുള്ള ഇറച്ചി തന്നെ നോക്കി വാങ്ങുക. മരുന്നിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറുതാക്കിയിട്ട് നമുക്ക് അവരിത് കട്ട് ചെയ്ത് തരും. ആട്ടിറച്ചി വിനാഗിരിയിലൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കുരുമുളകവും ജീരകവും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല തരിയാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിച്ചെടുത്ത കുരുമുളകവും ജീരകവും ഞാനിപ്പോൾ നമ്മുടെ ആടിൻ്റെ ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എത്രത്തോളം ആട്ടിറച്ചി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഈ പൊടിയുടെ അളവിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇനി മരുന്ന് ചേർത്ത് കൊടുക്കുകയാണ്. കോഴിമരുന്ന് അല്ലെങ്കിൽ ആട്ടിൻമരുന്ന് എന്നൊക്കെ പറഞ്ഞ് അങ്ങാടിക്കടയിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാനിവിടെ പൊടിയായിട്ടാണ് വാങ്ങിച്ചെടുത്തേക്കുന്നത്. ഇതല്ലാതെ നമുക്ക് മരുന്നുകൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ ഉണക്കി പൊടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഈ മരുന്നും കൂടെ നമ്മുടെ ആട്ടിറച്ചിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ കൈ വെച്ച് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ മരുന്നൊക്കെ പൊത്തി വെച്ചിട്ടുള്ള നമ്മുടെ ആട്ടിറച്ചി എടുത്ത് ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മരുന്ന് നമ്മൾ സാധാരണ ചട്ടിയിൽ തന്നെ ഇട്ടിട്ടാണ് നല്ലപോലെ വേവിച്ചെടുക്കേണ്ടത്. പക്ഷേ ആട്ടിറച്ചി നല്ല വേവുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുക്കറിലിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ ആട്ടിറച്ചി കുറച്ചൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ചട്ടിയിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മരുന്നിലേക്ക് ആവശ്യമുള്ളതാണ് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, നെയ്യൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഉണ്ടെങ്കിൽ അതന്നെ ഉപയോഗിക്കായിരിക്കും നല്ലത്. അതുപോലെ കറിവേപ്പില, ഇഞ്ചി ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതന്നെ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഒട്ടും വിഷമൊന്നും അടിക്കാതെ വീട്ടിൽ തന്നെ ചെയ്തെടുത്താണ് ഇതെല്ലാതും. അപ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടി നല്ലപോലെ ചൂടാക്കി എടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായിട്ട് കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് കുറച്ചധികം ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആട്ടിൻമരുന്ന് കഴിക്കാത്തവർക്ക് ഇതുപോലെ തന്നെ നമുക്ക് കോഴിമരുന്ന് കഴിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പ്രസവരക്ഷയ്ക്കാണ് സാധാരണ ഈ മരുന്ന് കഴിക്കുന്നതുണ്ടെങ്കിലും നമുക്ക് വീട്ടിലെ ബാക്കിയുള്ളവർക്കും ഇത് കഴിക്കാം. നല്ലതാണ്. നടുവേദന മാറാനൊക്കെ ഈ മരുന്ന് വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ആട്ടിറച്ചി വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടില്ല, കുറച്ച് വേവിച്ച് വെച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഈ ചട്ടിയിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് കൊടുക്കാം. വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചപ്പോൾ അതിൽ നിന്ന് വന്ന ആ വെള്ളമാണ്, അത് മൊത്തം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇനി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 ടീസ്പൂണോളം നെയ്യ് ഉണ്ടായിരിക്കും. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ആടിലത്തെ വെള്ളമൊക്കെ കുറച്ചൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി നമ്മുടെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ലപോലെ കറുത്ത് കിട്ടും നമ്മുടെ ഈ ആട്ടിറച്ചി. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിപ്പോൾ ഏറെക്കുറെ നമ്മുടെ ഇറച്ചി നന്നായിട്ട് ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലുള്ളത് മുഴുവനും നമ്മൾ ഒഴിച്ച് കൊടുത്ത എണ്ണയും നെയ്യൊക്കെയാണ് ഇങ്ങനെ പൊന്തി വരുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അടിതട്ടി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് അടുപ്പത്തു നിന്നും വാങ്ങി വെച്ച് കൊടുക്കാം. കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഈ നെയ്യൊക്കെ വറ്റി വന്നോളും. ഈ മരുന്ന് നമുക്ക് തനിയെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ല ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. പ്രസവരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, കർക്കിടക മാസങ്ങളിലെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇത് വെച്ച് കഴിക്കുന്നവരുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ആട്ടിൻമരുന്ന് പ്രസവരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്തറിയിക്കാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.